ആരെയാ അവള് പ്രണയിക്കുന്നേ? ഒരു പോലീസുകാരനാ, പേര് അരുൺ. ഡിപ്പാർട്ട്മെന്റിന് തന്നെ അപമാനം. അയ്യോ, ഒരുത്തൻ ഞാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാറില്ലേ, അവനാണ് ഇവൻ. ആര്? അന്ന് സച്ചേട്ടന്റെ കാർ പിടിച്ചെടുത്തോണ്ട് പോയ ആളോ? ഈ ഇടയ്ക്ക് സച്ചേട്ടൻ കാർ ഇടിച്ച് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കാൻ നോക്കിയ പോലീസുകാരനോ? അതെ, ആ വൃത്തികെട്ടവൻ തന്നെ. ശ്ശോ. ഭയങ്കര ഈഗോയാ അവന്. പോലീസ് യൂണിഫോം ഉള്ളതിന്റെ അഹങ്കാരവും ഒരിത്തിരി പോലും മനുഷ്യത്വം ഇല്ല അവന്. എന്താ പറയാ, വിഷം അവൻ, കൊടും വിഷം. അവനെപ്പോലെ ഒരുത്തിനെ കെട്ടിയ അവളുടെ ജീവിതം തൊലഞ്ഞു പോവും, ദുരിതമാവും, വലിയ വില കൊടുക്കേണ്ടി വരും. അല്ല മോനെ, ദേവും അവനും തമ്മിൽ പ്രണയത്തിലാണെന്ന് മോനെങ്ങനെ അറിഞ്ഞു? ദേവിനൊരാളെ ഇഷ്ടമെന്ന് രേവതി എന്നോട് പറഞ്ഞിരുന്നു. അവനെ കണ്ട് കല്യാണക്കാരി സംസാരിക്കാൻ വേണ്ടി എന്നെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് വരാൻ ദേവു രേവതിയോട് പറഞ്ഞു. അവൾ ഇഷ്ടപ്പെട്ട ചെറുക്കനല്ലേ. നമ്മളൊന്ന് കണ്ടതിന് ശേഷം അമ്മയോട് സംസാരിച്ച് ഉറപ്പിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ആ കല്യാണം നടത്തി കൊടുക്കാന്നാ ഞാൻ കരുതിയതമ്മേ. അവിടെ എത്തുമ്പോഴാ ഞങ്ങൾ അറിയുന്നത് ദേവു പ്രണയിക്കുന്നത് ആ അരുണിനെയാണെന്ന്. അമ്മേ, അവൻ ശരിയല്ല, ഒരു കാലത്ത് ശരിയാവാനും പോകുന്നില്ല. ദേവുനും നമ്മുടെ കുടുംബത്തിനും ചേർന്നവനല്ല അവൻ. അവൻ നമ്മുടെ കുടുംബത്തിലേക്ക് മരുമകനായിട്ട് വരരുത്. എനിക്ക് വേണ്ടിയല്ല, അവക്ക് വേണ്ടിയിട്ടാ ഞാൻ പറയുന്നത്. അമ്മേ, അവളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാ. അമ്മേ, ഇനിയിപ്പോ ഞാൻ എന്താ പറയാ? ഈ മറ്റുള്ളവരെ വേദനിപ്പിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്നവനാ. എന്റെ കാര്യത്തിൽ അതാ ഉണ്ടായേ. അങ്ങനെ ഒരുത്തിനെ കല്യാണം കഴിച്ചാ നമ്മുടെ ദേവുവിന്റെ അവസ്ഥ എന്താവും? സച്ചേട്ടാ, അദ്ദേഹം ഒരു മോശം ഒരുത്തനാണെങ്കിൽ ദേവു അയാളെ ഇഷ്ടപ്പെടുവോ? ഞാൻ ഇത്രയും പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? അവൻ മോശം തന്നെയാ, അവന്റെ സ്വഭാവം ശരിയല്ല. സച്ചേട്ടാ, കാര്യമില്ലാതെ സച്ചേട്ടൻ പറയില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നല്ലവനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും അവൾ അവന്റെ വലയിൽ വീണത്. ഇപ്പോ അവർ പ്രണയിക്കുക. പ്രണയകാലത്ത് അഭിനയാണല്ലോ കൂടുതലും. ഇപ്പം അവൾ അവനിൽ കുറ്റവും കുറവും ഒന്നും കാണില്ല. ഇവന്റെയൊക്കെ തനി സ്വഭാവം അറിയണമെങ്കിൽ കല്യാണം കഴിയണം. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് ദേവുവിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? എനിക്കറിയാം മോനെ, അവളുടെ നന്മയെക്കുറിച്ച് മാത്രം നീ ചിന്തിക്കുന്നത്. അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാ നീ എല്ലാം പറയുന്നത്. അവളുടെ ഏട്ടനല്ലേ ഞാൻ. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടാവില്ലേ? ഇന്നിപ്പോ ഞാൻ മിണ്ടാതിരുന്ന നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് ജീവിതകാലം മുഴുവനും ആ കുറ്റബോധം കൊണ്ട് ഞാൻ നടക്കണം. അതുകൊണ്ട് അവൻ വേണ്ടമ്മേ. അവൾക്ക് ഈ കുടുംബത്തിനും ചേർന്ന നല്ലൊരുത്തനെ ഞാൻ കണ്ടെത്തും. അവളുടെ കല്യാണം ഞാൻ ഭംഗിയായിട്ട് നടത്തും. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? എനിക്ക് മോനെ വിശ്വാസം. അമ്മേ, ഇതെന്റെ സ്വന്തം കുടുംബ. അമ്മ എനിക്ക് സ്വന്തം അമ്മയെ പോലെയാ. ഇവനെന്റെ അനിയനാ, അവളെന്റെ അനിയത്തി. നിങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിക്കണം. അതാ അമ്മേ എന്റെ ആഗ്രഹം. അതിനു വേണ്ടത് എന്തും ഞാൻ ചെയ്യും. ഇന്ന് തന്നെ ഞാൻ അവൾക്ക് വേണ്ടി ചെക്കനെ അന്വേഷിക്കാൻ തുടങ്ങും. അമ്മ കണ്ടോ, അവളെ കഷ്ടപ്പെടുത്താത്ത, സ്നേഹിക്കുന്ന, നല്ലപോലെ നോക്കുന്ന നല്ലൊരു ചെറുക്കനെ ഞാൻ കണ്ടെത്തും. അവളുടെ കല്യാണം ഞാൻ നടത്തുകയും ചെയ്യും.